പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് ഒരിക്കൽ കൂടെ മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഈ ഹോളിനകത്ത് കടന്നു വന്നിട്ടുള്ള എല്ലാ ശ്രേഷ്ഠ ദൈവദാസന്മാർക്കും, അതുപോലെ വചനം കേൾക്കുവാനായിട്ട് കടന്നു വന്ന എല്ലാവർക്കും, കൂടാതെ യൂട്യൂബ് ചാനലിൽ കൂടെ, VOC ചാനലിൽ കൂടെ വചനം ശ്രവിക്കുന്ന ഏവർക്കും, ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നന്ദിയും സ്നേഹവും ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് സംസാരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവവചന ചിന്തകൾ അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു എന്നതിനെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് 4 ചിന്തകളാണ് ഇന്ന് പകൽക്കാലം ഞാൻ ചിന്തയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം ശബ്ദമുയർത്തി ഒരാൾ വായിച്ചാട്ടെ. അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്ക് ആയിരുന്നു. ഇവിടെ വായിച്ച വേദഭാഗം യോഹന്നാൻ സ്നാപകനെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം സാക്ഷിച്ച ഒരു വലിയ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മളിവിടെ കേട്ടത്. സഖറിയ പുരോഹിതന്റെ മകനായ യോഹന്നാൻ സ്നാപകൻ. സഖറിയ പുരോഹിതന് കുഞ്ഞുങ്ങളില്ലായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, എലീശബത്തിനും. ഈ സാഹചര്യത്തിൽ സഖറിയ പുരോഹിതൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ ഒരു കുഞ്ഞിനെ, യോഹന്നാൻ സ്നാപകനെ സ്വർഗത്തിലെ ദൈവം ദാനമായി കൊടുക്കുകയാണ്. യഹൂദന്മാരുടെ ഇടയിൽ, യഹൂദനായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പുരോഹിതന് കുഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും ദുഃഖിതരാണ്, ഭാരപ്പെടുന്നൊരു വിഷയമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ എടുത്തു നോക്കുമ്പോൾ ഒരു കുഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭവനം ശൂന്യമായ ഭവനമാണെന്ന് വിധി എഴുതുന്ന ജനങ്ങൾ. ഇതുപോലെ ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം, എലീശബത്തിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖം, ദൈവത്തിന് സ്തോത്രം, ഒരു യഹൂദിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഖേദകരമായ കാര്യമാണ്. ഇങ്ങനെയാണ് ദൈവസന്നിധിയിലെ നീതീകരണം പ്രാപിച്ച പുരോഹിതനായ സഖറിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രവചനപ്രകാരം ഒരു കുഞ്ഞിനെ കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവനെ നോക്കിയിട്ട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞതാണ്, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആത്മീയമായി ജ്വലിച്ച് പ്രകാശിക്കുവാൻ ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മേൽ അനേകർക്ക് ആഗ്രഹമുള്ളതാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ദൈവത്തിൻ്റെ പൈതല് ആത്മീയമായിട്ടൊന്ന് ജ്വലിച്ച് പ്രകാശിക്കുവാൻ ഞാൻ 31 വർഷം മുമ്പ് ആഗ്രഹിച്ചതാണ്. യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവത്തിന് സ്തോത്രം ഒരു ദൈവത്തിലായി തീർന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചതാണ്. ലോകപരമായി ദൈവത്തിന് സ്തോത്രം ജ്വലിച്ച് പ്രകാശിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണിലാണ് 4-ാം തീയതി. അങ്ങനെയാകുമ്പോൾ ദൈവത്തിന് സ്തോത്രം കോൺഗ്രസിലാകട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാകട്ടെ, BJPയിലാകട്ടെ, 4 സംസ്ഥാനങ്ങളിൽ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ് 4-ാം തീയതി. അങ്ങനെയാകുമ്പോൾ അതിലുള്ളവർ പലരും ദൈവത്തിന് സ്തോത്രം രാഷ്ട്രീയ നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ചെയറിന് വേണ്ടി അടിപിടി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ പേരിൽ ഒന്ന് ജ്വലിച്ച് പ്രകാശിക്കുവാനാണ്, രാഷ്ട്രീയമായിട്ട് ജ്വലിച്ച് പ്രകാശിക്കുവാനാണ് അനേകരെ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കും നിനക്കും വ്യക്തമായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം ജ്യോതി വാസു, അതേ ബംഗാളില് 32 വർഷം ദൈവത്തിന് സ്തോത്രം തുടർച്ചയായിട്ട് ഭരിച്ച വ്യക്തിയാണ്. അങ്ങനെ ജ്യോതി വാസു ദൈവത്തിന്റെ പേരില് ബംഗാളിൽ ദൈവത്തിന് സ്തോത്രം ജ്വലിച്ച് പ്രകാശിച്ച രാഷ്ട്രീയ നേതാവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഇതുപോലെ ദൈവത്തിന് സ്തോത്രം നമ്മുടെ മോദി സാറ് ദൈവത്തിന് സ്തോത്രം പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുമ്പോൾ ജ്വലിച്ച് പ്രകാശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പേരില് എല്ലാ നേതാക്കന്മാരും ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി തീരുവാൻ ഈ ലോകപരമായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. സിനിമാ ലോകം എടുക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഒരു മമ്മൂട്ടിയെ പോലെ ആയിത്തീരുവാൻ, അതേ ദൈവത്തിന് സ്തോത്രം ഒരു മോഹൻലാലിനെ പോലെ ആയിത്തീരുവാൻ, ഒരു സംവിധായകനെ പോലെ ആയിത്തീരുവാൻ, അതെ സിനിമാ രംഗത്ത് ദൈവത്തിന് സ്തോത്രം ജ്വലിച്ച് പ്രകാശിക്കുവാൻ അനേകർ ലോകപരമായി ആഗ്രഹിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു ബിസിനസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു സ്വർണ്ണ ബിസിനസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെയാണെങ്കിൽ സ്വർണ്ണക്കച്ചവടത്തിൽ ഒന്ന് ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറുവാൻ ഞാനും ആ കാലഘട്ടങ്ങളിൽ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പൈതല് ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവത്തിൻ്റെ സ്തോത്രം, അതെ യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവും സ്വീകരിച്ചപ്പോൾ എൻ്റെ സ്ഥിതി വിശേഷങ്ങളെല്ലാം മാറുവാനായിട്ടിടയായി. കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറുവാനായിട്ട് ഞാൻ ആഗ്രഹിപ്പാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അങ്ങനെയാണെങ്കിൽ യോഹന്നാനെ കുറിച്ച് സ്വർഗം നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറിയെന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറിയത്? അതിന്റെ 4 കാരണങ്ങളാണ് ഇന്ന് പകൽക്കാലം ഞാൻ ചിന്തക്കായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം ശ്രവിക്കുന്ന ഏവരുമായുള്ളവരെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം, ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, യൂട്യൂബ് ചാനലിൽ കൂടെ, VOC ചാനലിൽ കൂടെ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, നീ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, ദൈവത്തിന്റെ പൈതൽ അല്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം, ആത്മീയമായി ജ്വലിച്ച് പ്രകാശിക്കുവാൻ സ്വർഗം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇന്ന് യേശു കർത്താവിനെ കണ്ടവരെ മുഴുവൻ ഒന്ന് പ്രാർത്ഥനയിൽ ജ്വലിച്ച് പ്രകാശിക്കണം, ഒന്ന് വചനം പ്രസംഗിച്ച് ജ്വലിച്ച് പ്രകാശിക്കണം. ദൈവത്തിന് സ്തോത്രം, പല വിധത്തിലും ഒന്ന് ജ്വലിച്ച് പ്രകാശിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ യോഹന്നാൻ സ്നാപകൻ എന്തുകൊണ്ടാണ് ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറിയത് എന്നുള്ള ചിന്തകളാണ് ഞാൻ 4 ചിന്തകൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് ആധാരമായിട്ട് ദൈവത്തിന് സ്തോത്രം എടുത്തു വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസ് 1:15 വായിച്ചാട്ടെ. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കയില്ല. വീഞ്ഞും മദ്യവും കുടിക്കത്തില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. കേട്ടാട്ടെ, അമ്മയുടെ ഗർഭത്തിൽ വെച്ചുകൊണ്ട് തന്നെ അവൻ പരിശുദ്ധാത്മാവിൽ നിറയും. ആമേൻ. ഒന്നാമതായിട്ട് യോഹന്നാൻ സ്നാപകൻ ജ്വലിച്ച് പ്രകാശിച്ചതിന്റെ 1-ാമത്തെ കാരണം, അവൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ചുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചവനായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം ചേർന്ന് വായിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. അതെ, ലൂക്കോസ് 1:39, 40, 41 വാക്യം വായിച്ചാട്ടെ. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു. സെക്കരിയാവിന്റെ വീട്ടിലെത്തി. സക്രിയ പുരോഹിതന്റെ വീട്ടിലെത്തി. എലിശബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിശബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. പ്രൈസ് ദി ലോർഡ്. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന് സ്തോത്രം, യോഹന്നാൻ സ്നാപകനും ആത്മനിറവിലായി. ദൈവത്തിന് സ്തോത്രം, എലിശബത്തും ആത്മനിറവിലായി. ദൈവത്തിന്റെ പേരില് ആ വന്നത് ആരാ? നമുക്കറിയാം, ജോസഫിന്റെ മകനായ മറിയയുടെ മകനായ ദൈവത്തിന്റെ സ്തോത്രം യേശു ആണ് ഉദരത്തിൽ കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പൊ യേശു കർത്താവ് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ പോലെ എലീശബത്തിന്റെ അടുത്ത് വന്നപ്പോൾ ഹല്ലേലൂയ, പിള്ള തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, സ്വർഗത്തിലെ ദൈവമാണ് ദൈവത്തിന്റെ പേരില് അതെ ഈ എലീശബത്തിന്റെ അടുത്ത് കടന്നു വരുവാനായിട്ടിടയായത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരില് യേശുവിന്റെ അടുത്തേക്ക് നീ വരികയാണെങ്കിൽ, യേശു നിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ആത്മനിറവ് പ്രാപിച്ചു തരുവാൻ സ്വർഗം മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വരാനായിട്ടുള്ളൊരു മനസ്സ് കാട്ടുന്നേ. ആമേൻ. ഹല്ലേലൂയ. കണ്ടോ, ഇവിടെ മറിയ ദൈവത്തിന് സ്തോത്രം യേശുവുമായിട്ട് ഗർഭിണിയായിട്ട് വന്നതാ. എലീശബത്ത് ദൈവത്തിന് സ്തോത്രം വന്ന് മറിയ അതെ വന്ദനം ചൊല്ലിയപ്പോൾ പിള്ളതുള്ളി എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ യേശു ദൈവത്തിന് സ്തോത്രം എലീശബത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ അവിടെ എന്തുണ്ടായി? അത്ഭുതമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നീ. ആമേൻ. ഞാൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് ഞാൻ കടയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഈ ആത്മാവിന്റെ അഭിഷേകം എൻ്റെ മേൽ വരുവാനായിട്ടിടയായത്. ഞാൻ എൻ്റെ സാക്ഷ്യം ചുരുക്കമായിട്ട് പറയട്ടെ. ഞാൻ സ്വർണ്ണക്കടയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വ്യക്തി വന്ന് എന്നോട് സുവിശേഷം പറഞ്ഞു. ഞാൻ എതിർത്തു. 2-ാം പ്രാവശ്യം പറഞ്ഞു, പിന്നെ എതിർത്തു. 3-ാം പ്രാവശ്യം വ്യക്തിയോട് ചോദിച്ചത് ഒരു പാവപ്പെട്ട ഭവനത്തെ സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അങ്ങനെ പാവപ്പെട്ട ഭവനത്തെ സഹായിക്കാൻ വേണ്ടി അവൻ്റെ ബുള്ളറ്റിൻ്റെ പുറകിൽ ഞാൻ യാത്ര തിരിച്ചു. വാരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവത്തിന് സ്തോത്രം കാഴിയുടെ തൊട്ട ഭവനത്തിൽ ബേവേട്ടൻ്റെ ഭവനത്തിൽ നിന്നാണ് ഞാൻ രക്ഷിക്കപ്പെടുവാനായിട്ടിടയായത്. പ്രൈസ് ദി ലോർഡ്.
വചനം കേട്ട് രക്ഷിക്കപ്പെട്ടതാ. ദൈവത്തിന്റെ വില ഞാൻ ചുരുക്കമായിട്ട് പറയുന്നുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ സ്വത്ത് ഞാൻ കടയിലേക്ക് മടങ്ങി വന്നതിന് ശേഷം നാളുകൾ കഴിഞ്ഞു. അത് എൻ്റെ വിൽസൻകുട്ടി മരിച്ചുപോയ വൃദ്ധൻകുട്ടി ബ്രദറും സ്വാമി ബ്രദറും ഞാനും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മേൽ നിറയുവാനായിട്ടിടയായി. രക്ഷിക്കപ്പെട്ട ഒരു ദിവസമാണെങ്കിൽ ദൈവത്തിന്റെ സ്വത്രം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാപിച്ചത് അഭിഷേകത്തിന്റെ ശക്തി. അഭിഷേകത്തിന്റെ ശക്തിയിൽ ഞാൻ തെറിച്ചു വീണു. ദൈവത്തിന്റെ ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ദൈവത്തിന് എന്റെ സാക്ഷ്യം വ്യക്തമായിട്ട് അറിയാം. എനിക്ക് അതിനേക്കാൾ കൂടുതൽ ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ അഭിഷേകത്തിൽ നിറവിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എൻ്റെ കട സ്റ്റോപ്പ് ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. ചെയ്യുന്നത് മുഴുവൻ തെറ്റാണെന്ന് വ്യക്തമായിട്ട് എനിക്ക് ബോധ്യം വന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം തരുന്ന ദൈവത്തിന്റെ ആത്മാവ് വ്യക്തിപരമായി എന്നോട് ഇടപെട്ടതിന് ശേഷം ഞാൻ കട കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം എന്നെ ഇറക്കി തിരിച്ചു. ആമേൻ. അത് ഇറക്കി തിരിച്ച് 31 വർഷം കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറാൻ കാരണം അഭിഷേകത്തിന്റെ ശക്തി എൻ്റെ മേലുള്ളത് കൊണ്ടാണ്. ആമേൻ. മനസ്സിലായ ഒരു സ്തോത്രം ചെയ്താട്ടെ. യൂട്യൂബ് ചാനലിൽ കൂടെ, VOC ചാനലിൽ കൂടെ ഇന്ന് ഇവിടെ വചനം ശ്രവിക്കുന്ന ആരുമായുള്ളവരെ ദൈവത്തിന്റെ സ്തോത്രം, ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം മനസ്സിലായോ? ദൈവത്തിന്റെ സ്തോത്രം. അതെ, ആത്മനിറവുണ്ടെങ്കിൽ ദൈവത്തിന്റെ പോലെ നീ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറുമെന്നേ ഞാൻ പറയാറുണ്ട്. ചത്ത് കിടക്കുന്ന ഒരു കൂട്ടായ്മയുടെ മുഖത്ത് പോയി 2 വാക്ക് നീ പറയുമ്പോ ആ കൂട്ടായ്മയ്ക്ക് ചലനമുണ്ടാകും. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം പ്രാപിച്ച യോഹന്നാനും പത്രോസും തുന്തനം എന്ന ദൈവാലയ ഗോപുരത്തിന്റെ വടിവാതിലൂടെ കടന്നു പോകുമ്പോൾ മുടന്തൻ ഭിക്ഷയ്ക്കിരിക്കുക. മുടന്തനെ നോക്കി ഇപ്രകാരം പറഞ്ഞു, പൊന്നും വെള്ളി എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക. അഭിഷേകം പ്രാപിച്ച യോഹന്നാനും പത്രോസും ദൈവത്തിന്റെ വലിയൊരു വാക്ക് സംസാരിച്ചപ്പോൾ അവിടെ ദൈവത്തിന്റെ സ്തോത്രം, അത് 40 വയസ്സായ മുടന്തൻ ചാടി എഴുന്നേറ്റു. ദൈവാലയത്തിലേക്ക് അവൻ കടന്നുപോയി. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ പെന്തിക്കോസ് നാൾ കടന്നു വന്നപ്പോൾ 120 പേരുടെ മേൽ അഭിഷേകം വന്നപ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം, പത്രോസ് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചപ്പോൾ അത് 3120 അങ്ങനെ സഭയ്ക്ക് രൂപമുണ്ടായി. ആമേൻ. അപ്പോൾ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറുവാനായിട്ടുള്ള ഒന്നാമത്തെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന് സ്തോത്രം, അമ്മയുടെ ഉദരത്തിൽ വെച്ചുകൊണ്ട് തന്നെ യോഹന്നാൻ സ്നാപകൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടെങ്കിൽ ദൈവത്തിന്റെ വഴിയില് ഞാനും നിങ്ങളും ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറും. ഞാനിപ്പോ 31 വർഷമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. പറയുമ്പോ എല്ലാം പറയണല്ലോ. വേദപുസ്തകം വ്യക്തമായിട്ട് അറിയാത്ത ഞാന് സങ്കീർത്തനം വായിക്കുക പോലും തെറ്റിയിരുന്ന വ്യക്തിയാ. വീട്ടിൽ പ്രാർത്ഥനയില്ലാത്ത വ്യക്തിയാ. അഭിഷേകം പ്രാപിച്ചപ്പോ എൻ്റെ ഭവനത്തിനൊരു മാറ്റം വന്നു. അമേ. എൻ്റെ ജനത്തിനൊരു മാറ്റം വന്നു. എൻ്റെ അയൽവക്കത്തിനൊരു മാറ്റം വന്നു. എൻ്റെ ബന്ധുമിത്രാദികൾക്കൊരു മാറ്റം വന്നു. ദൈവത്തിന് സ്വത്രം ദേശത്തിന് മാത്രമല്ല ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ കർത്താവ് ഞാൻ സാക്ഷിയായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അമേരിക്കക്കാരോട് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, ചൈനക്കാരോടും പ്രസംഗിക്കുന്നുണ്ട്. ഇത് ചാനൽ എവിടെയുള്ളമുണ്ടോ അവിടെയൊക്കെ ദൈവത്തിന്റെ വചനം ഞാൻ പറയുന്നതിന്റെ സത്യം എന്താണെന്നറിയോ? എൻ്റെ മിടുക്കോ കഴിവ് കൊണ്ടല്ല, അഭിഷേകത്തിന്റെ ശക്തിയാ, ആത്മനിറവുള്ളത് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ സ്നാപകൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറാനായിട്ടുള്ള ഒന്നാമത്തെ കാരണം അവന്റെ മേൽ ആത്മനിറവുള്ളവനായിരുന്നു. ഹല്ലേലൂയ. നീ ഭൂമിയുടെ അറ്റത്തോളം പോയി എനിക്ക് സാക്ഷികളാകും. അതിന്റെ കാരണം എന്താണെന്നറിയോ? നീ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറിയത് അഭിഷേകത്തിന്റെ ശക്തിയാ. സ്തോത്രം. ആത്മനിറവുള്ളത് കൊണ്ടാണ്. വേദപുസ്തകം പറയുന്നു, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ല ദാനങ്ങളെ കൊടുക്കത്തുള്ളൂ അല്ലേ? മോശമുള്ളത് കൊടുക്കുവോ? നല്ല കാറ് വാങ്ങിച്ചു കൊടുക്കാൻ അപ്പനും അമ്മയും ആഗ്രഹിക്കും, നല്ല ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാൻ അപ്പനും അമ്മയും ആഗ്രഹിക്കും. അവർ പറയുന്നതല്ല, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചാ. ഇന്നൊക്കെ ബൈക്ക് വാങ്ങിച്ചിട്ട് മക്കൾ കടന്നു പോയിട്ട് വണ്ടി ഇടിച്ച് ചാവുക, പച്ചയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? ആവശ്യമുള്ളത് നമ്മൾ പറയാ, ആവശ്യമുള്ളത് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ലത് മാത്രമേ കൊടുക്കത്തുള്ളൂ. ദോഷികളായ മക്കളാണെങ്കിൽ ഇത് ശരി, അതെ, ദോഷികളായ നിങ്ങളുടെ മക്കൾക്കെന്നാണ് അവിടെ എഴുതി വെച്ചതല്ലേ? അപ്പോൾ ദോഷമുള്ള മക്കൾക്ക് ദൈവത്തിൻ്റെ സ്തോത്രം നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ? നല്ല ദാനങ്ങളാണ്. നല്ലതേ നമ്മൾ കൊടുക്കത്തുള്ളൂ അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, എത്ര മോശപ്പെട്ട മകനായാലും മകളായാലും അവൾക്ക് നല്ലത് കൊടുക്കാനായിട്ട് ഒരു അപ്പനും അമ്മ ആഗ്രഹിക്കുക.
അതാ അവിടെ പറഞ്ഞത്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അങ്ങനെയുള്ള ഒരു ജനമാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ആമേൻ. ഹോളി സ്പിരിറ്റ് അധികം കൊടുക്കും. ആമേൻ. ഇത് ചോദിച്ചു വാങ്ങിക്കേണ്ട ദൈവത്തിന്റെ പതിലേ. കർത്താവിനോട് ചോദിക്കേ, അതിനുവേണ്ടി ദാഹിക്കേ. യേശു കർത്താവിന് വേണ്ടി ഒന്ന് ജ്വലിച്ച് പ്രകാശിക്കുവാൻ, ആത്മീയമായിട്ട് ഒന്ന് ജ്വലിച്ച് പ്രകാശിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ ഉണ്ടാകണം. ഇതുണ്ടെങ്കിൽ ഒരു ദുഷ്ടനും നിന്നെ നേരെ നിൽക്കാൻ കഴിയത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് അഭിഷേകത്തിന്റെ ശക്തിയാ. ദാവീദിനോട് ചോദിക്കേ, 5 അടി പൊക്കമുള്ള ദാവീദിനോട് ചോദിക്കേ. അതെ, 9 അടി പൊക്കമുള്ള ഗോലിയാത്ത് മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ശാന്തമായി ചിന്തിക്കുക. ദൈവത്തിന്റെ പേരില്, യഹോവയുടെ നാമത്തില്, അഭിഷേകത്തിന്റെ ശക്തിയില് അവൻ ദൈവത്തിന്റെ പേരില് സഞ്ചിയിൽ നിന്ന് അതെ കല്ലെടുത്ത് കവണയിൽ വെച്ച് എത്തിയപ്പോൾ ഗോലിയാത്തിന് നിലംപൊത്തി വീണെങ്കിൽ, ഇന്ന് പകൽക്കാലം പറയട്ടെ, അഭിഷേകമുണ്ടോ അവിടെ ഏത് ഗോലിയാത്തുമാരും നിന്നെ മുന്നിൽ നിൽക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതല്, അഭിഷേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നീ ചത്തതുപോലെയാ. അഭിഷേകമുണ്ടെങ്കിൽ ശക്തമായിട്ട് ദൈവസ്ഥലിൽ നിൽക്കുന്നവനാ. ആമേൻ. അഭിഷേകം കളയല്ലേ. ഒത്തിരി കളഞ്ഞവരുണ്ടല്ലോ. ശിംശോനെ എടുത്ത് നോക്ക്, അവന്റെ മേലുള്ള അഭിഷേകം പോയി. ഒരു പെണ്ണിന്റെ മുമ്പിൽ, ഒരു പീളപ്പെണ്ണിന്റെ മുമ്പിൽ അവൻ വീണുപോയതാ. എന്നാൽ ദൈവത്തിന്റെ പൈതല്, ഞാൻ പറയട്ടെ, അഭിഷേകം നഷ്ടപ്പെടുത്തരുത്. അഭിഷേകം മുറുകെ പിടിച്ചോ. വൻ കാര്യങ്ങൾ ചെയ്യാ. ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി നിനക്ക് മാറണമെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ സ്വർഗം അത് നടത്തി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സകല മഹത്വം എൻ്റെ അറക്കപ്പെട്ട കുഞ്ഞാണ്ട് കൊടുക്കട്ടെ. ദൈവത്തിന്റെ മേല് ഒരു യോഗ്യതയോ അർഹതയോ എനിക്ക് പറയാനായിട്ടില്ല. എൻ്റെ ഹൃദയത്തിനകത്ത് അഭിഷേകം തന്ന ഒരുവൻ ഇന്ന് പകൽക്കാലം ഇവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ യൂട്യൂബ് ചാനലിന്റെ മുന്നിൽ യേശു കർത്താവുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് സകല മുഖങ്ങളും തകരണമെങ്കിൽ അഭിഷേകം ഉണ്ടാകണമെന്നേ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് അഭിഷേകത്തിന്റെ ശക്തിയില് സകല മുഖങ്ങളും തകർന്നു പോകും. ആമേൻ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഒന്ന് നമ്മൾ ചിന്തിച്ചത്, എന്തുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറിയത്? ഒന്ന്, അവന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് നമുക്ക് ചിന്തക്കായിട്ട് ഒരുങ്ങാം. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 1:14 ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. 1:14. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. രണ്ടാമത്തെ ചിന്ത. ഹല്ലേലൂയ. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് യേശു ക്രിസ്തുവിന് 750 വർഷം മുമ്പ് വലിയ പ്രവാചകനായ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചതാ. ആ വാക്യം ഒന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവചനം 40:3 ഒന്ന് വായിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കും. നിർജ്ജന പ്രദേശത്തിന് ഒരു പെരുവഴി നിരപ്പാക്കും. എല്ലാ താഴ്വരയും നികന്നും, എല്ലാ താഴ്വരയും നികന്ന്, എല്ലാ മലയും കുന്നും എല്ലാ മലയെ കൊണ്ടും താണുവരണം. വളഞ്ഞത് ചൊവ്വായും വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. പ്രൈസ് ദി ലോർഡ്. ഇത് 750 വർഷം മുമ്പ്, യേശു ക്രിസ്തുവിന് 750 വർഷം മുമ്പ് വലിയ പ്രവാചകൻ പ്രവചിച്ചതാണ്. എന്ത്? ഈ യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ച്. ആമേൻ. അങ്ങനെയാണെങ്കിൽ അവൻ ജനിച്ചത് ഒരു അത്ഭുത ജനനമായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അവന്റെ ജനനം അത്ഭുത ജനനമായിരുന്നു. ദൈവത്തിന്റെ വഴിയില് സക്കറിയ പുരോഹിതനും യോഹന്നാനും കുഞ്ഞുങ്ങളില്ലാത്ത സാഹചര്യത്തില് അവിടെ വലിയ ദൂതനായ ദൈവത്തിന് സ്തോത്രം, അവിടെ ഗബ്രിയേൽ കടന്നു വരിക. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 1:19 കൂടെ ചേർത്ത് വായിച്ചാട്ടെ. ഹല്ലേലൂയ. അതെ, ഒന്ന് വായിച്ചാട്ടെ. അതിനുശേഷം ഒരു വാക്യം കൂടെ ചേർന്ന് വായിക്കണം. വായിച്ചാട്ടെ. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. കണ്ടോ? അപ്പൊ ഗബ്രിയേൽ ദൂതനെ ദൈവത്തിന്, സ്വർഗത്തിലെ ദൈവം യോഹന്നാന്റെ ജനത്തെ കുറിച്ച് പറയാനായിട്ട് എന്ത് ചെയ്തു?
സക്രിയ പുരോഹിതന്റെ അടുത്തേക്ക് അയച്ചു എന്നുള്ളതാ. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അവന്റെ ജനനം ഒരു അത്ഭുത ജനനമാണ്. ആമേൻ. സാധാരണ ജനനമല്ല. അതെ, അപ്പനും അമ്മയും പരിഗ്രഹിച്ചുണ്ടായ ജനനമല്ല ദൈവത്തിന്റെ വഴിയില്. അതാ അവിടെ വെളിപ്പെട്ടു വന്നത്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ അപ്പനും അമ്മയും പരിഗ്രഹിച്ച ഉണ്ടായെങ്കിൽ അവന്റെ ജനനം അങ്ങനെയല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വഴിയില് അവന്റെ ജനനം അത്ഭുത ജനനമാണ്. സ്വർഗത്തിലെ ദൈവം അത് യെശയ്യാ പ്രവാചകനിൽ കൂടെ, അത് ഗബ്രിയേൽ ദൂതനിൽ കൂടെ മാറ്റം വരുത്തിയ ദൈവത്തിന്റെ സ്തോത്രം തീരുമാനമെടുത്ത ജനനമാണ്. മനസ്സിലായില്ല? ഞാൻ കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. യോഹന്നാൻ 1:2-3 വാക്യം വായിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ 1:2-3 കൂടെ വായിച്ചാട്ടെ. എന്നാൽ അത് തീർത്തു വരത്തുള്ളൂ. വായിച്ചാട്ടെ. അതിന് അവൻ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ, യെശയ്യാ പ്രവാചകൻ അതെ 750 വർഷം മുമ്പ് പ്രവചിച്ചതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവിൻ, കർത്താവിന്റെ വഴി നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദം ഞാനാകുന്നു എന്ന് യോഹന്നാൻ സ്നാപകൻ പറയാം. ഞാൻ തന്നെയാണെന്ന ആള്. മനസ്സിലായോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴിയില് അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. അവന്റെ ജനനം ഹല്ലേലൂയ അത്ഭുത ജനനമായിരുന്നു. ആമേൻ. അപ്പനും അമ്മയും പരിഗ്രഹിച്ചുണ്ടാകുന്നതും സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് വെളിപ്പാട് കിട്ടിയിട്ട് ജനിക്കുന്നതും രണ്ടും രണ്ടാ. കാരണം എന്തെന്ന് ചോദിച്ചാൽ വീണ്ടും ജനനം എന്ന് പറയുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ജനനം പ്രാപിക്കാതെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഇന്ന് അത്ഭുത ജനനം പ്രാപിക്കണം. ആമേൻ. സ്തോത്രം. സ്വർഗം ആഗ്രഹിക്കുന്നത് അതാ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വലിയ വേദപുസ്തകം പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നതല്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, നിക്കോദിമോസിന്റെ അടുത്തേക്ക്, യേശു കർത്താവിന്റെ അടുത്തേക്ക് ഒരു ദിവസം നിക്കോദിമോസ് രാത്രിയിൽ കടന്നു വന്നു. അപ്പോ നീ ആത്മാവിൽ ജനിക്കണം എന്ന് അവിടെ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ വഴിയില് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നതിന്റെ രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ, വീണ്ടും ജനനം പ്രാപിക്കുന്നത് ദൈവവചനം കേട്ടാ. ദൈവവചനമാണ് പരിവർത്തനം ഉണ്ടാക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് അത്ഭുതം ചെയ്യുന്നത്. നീ അത്ഭുതത്തിന്റെ സൃഷ്ടിയായി മാറണമെങ്കിൽ ദൈവത്തിന്റെ വചനം കേൾക്കണം. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അങ്ങനെ ദൈവത്തിന്റെ വചനം നീ കേൾക്കുമ്പോൾ നീ അത്ഭുത സൃഷ്ടിയായിട്ട് മാറും, വീണ്ടും ജനനം പ്രാപിക്കും. അപ്പൊ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു അത്ഭുത ജനനം ജനിച്ചവനാണെന്ന് പറയുമ്പോ എനിക്കും എന്നെ സാക്ഷ്യം പറയാനായിട്ടുള്ളത്, ഞാനും ഇതുപോലെ അമ്മ അപ്പൻ പരിഗ്രഹിച്ചുണ്ടായത് മാത്രമല്ല, ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ പൈതല്, സ്വർഗത്തിലെ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച് അതിന്റെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു ദൈവത്തിന്റെ പൈതലാ നിക്കോദിമോസ്. ദൈവത്തിന്റെ സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞു, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഈ പരിശുദ്ധാത്മാവിനെ കാണാൻ കഴിയത്തില്ല. അതുകൊണ്ട് നീ ആത്മാവിൽ ജനിക്കണം. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് ഫാൻ ഉണ്ടല്ലോ. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹോളിന്റെ അകത്തും ഫാനുകളുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ഈ ഫാൻ തിരിയുന്നത് എനിക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ അതിൽ നിന്നൊരു കാറ്റ് വരുന്നുണ്ട്. ആ കാറ്റ് എന്നെ ഫീൽ ചെയ്യുക. അപ്പോഴെനിക്ക് അതെ ദൈവത്തിന്റെ സ്തോത്രം അതിന്റെ വർക്കിംഗ് കണ്ടീഷൻ മനസ്സിലാവുന്നു. മനസ്സിലായോ? ഒന്നും കൂടെ തെളിയിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കാറ്റാണ് എന്നെ ഫീലിംഗ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ നീ അറിയാത്തൊരു സംഭവമാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു കർത്താവ് ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് പോയത് എന്തിനു വേണ്ടിയാ? ഈ പരിശുദ്ധാത്മാവ് എന്ന കാര്യത്തിന് അയച്ചു തരാനാ. ദൈവത്തിന്റെ പൈതല്, ഞാനൊരു കാര്യം പറയട്ടെ. യേശു കർത്താവ് പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരത്തില്ല. ഞാൻ പോയാൽ അതിനെ അയച്ചു തരാം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് ഞാൻ ബോധമില്ലാത്തവനായിരുന്നു. പാപത്തെക്കുറിച്ച് കർത്താവിനെ കണ്ടുമുട്ടിയപ്പോ, വീണ്ടും ജനനം പ്രാപിച്ചപ്പോ എനിക്ക് ബോധ്യമായി. ഞാൻ പറയട്ടെ, ഞാൻ ചിലയിടത്തൊക്കെ ഇങ്ങനെ പറയും, ഈ കാര്യത്തിന് അയച്ചു തരാമെന്നാ പറഞ്ഞല്ലേ. പഴയ കാലത്ത് ഈ നമ്പൂരിയന്മാരുണ്ടല്ലോ, അവർക്കൊരു കാര്യസ്ഥനുണ്ടാകും. കാര്യസ്ഥൻ എന്തിനാണെന്നറിയോ? നമ്പൂരിയന്മാരുടെ കാര്യമൊക്കെ പോക്കാം, അവർക്ക് അത്ര വലിയ ബുദ്ധിയും ഇതൊന്നും ഉണ്ടാവണമെന്നില്ല. അങ്ങനെയാണല്ലോ പറ. എന്നാൽ ഈ കാര്യസ്ഥൻ നല്ല കാര്യവിചാരകനാ. കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അറിയാനും പ്രാപ്തിയുള്ള വ്യക്തിയാണ്. അങ്ങനെ കാര്യസ്ഥൻ നിയന്ത്രിക്കും. ഇതുപോലെ നമ്മുടെ മോദി സാറിനുണ്ടൊരു പി എ, പിണറായി വിജയനുണ്ടൊരു പി എ. ഇനി ഭരണം വയ്ക്കാൻ പോകുന്ന അതെ ആസാമിലും അതുപോലെ ബംഗാളിലും കേരളത്തിലും ദൈവത്തിന് സ്തോത്രം തമിഴ്നാട്ടിലും ഇലക്ഷൻ കഴിഞ്ഞു. അത് എണ്ണാൻ പോകുക 4-ാം തീയതി, 2 ദിവസം കഴിഞ്ഞാൽ.
പ്രൈസ് ദി ലോർഡ്. ആര് ജയിക്കുമെന്ന് അറിയത്തില്ല. ദൈവത്തിന്റെ പൈതല് ഇന്ന് പകൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു മദ്യം കഴിച്ച ഒരു വ്യക്തിയെ നിയന്ത്രിക്കുന്ന മദ്യത്തിന്റെ ആത്മാവാണെങ്കിലോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രയോഗിച്ചൊരു വ്യക്തിയെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെന്ന് മറന്നു പോകണ്ട. ആമേൻ. അപ്പോ ഈ കാര്യസ്ഥനെന്ന പരിശുദ്ധാത്മാവ് ഹൃദയത്തിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നിന്നെ കൺട്രോൾ ചെയ്യുന്നത്, നിനക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്നത് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്രേ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല് ഇന്ന് പകൽക്കാലം പ്രൈസ് പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല ഞാൻ പറയണ്ടെങ്കിലും വീണ്ടും ജനനം പ്രാപിക്കുന്ന ഒരു വ്യക്തിയാകണം, ഒരു പുത്തൻ സൃഷ്ടിയായിട്ട് മാറണം. അതെ, ഒരു അത്ഭുത ജനനം യേശു ക്രിസ്തുവിൽ നിന്ന് വചനം കേട്ട് ദൈവത്തിന്റെ വലിയ നീ പ്രാപിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 2, അവന്റെ ജനനം പ്രവചനത്തിൽ കൂടെ നിറവേറിയ അത് ജനനമായിരുന്നു. അത് മാത്രമല്ല അവന്റെ ജനനം അത്ഭുത ജനനമായിരുന്നു, മൃഗത്തിൽ നിന്നുള്ള അത് ജനനമായിരുന്നു. 3ാമതായിട്ട് നമുക്ക് ഒരു ചിന്ത നമുക്ക് ചിന്തിക്കാം. എല്ലാവരും വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അത് ലൂക്കോസിന്റെ സുവിശേഷം 1:6. കർത്താവിന്റെ ദാസൻ വായിച്ച് സഹായിച്ചാട്ടെ. 1:6. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇരുവരും ദൈവസന്നിധിയില് നീതീകരണം പ്രാപിച്ചവരായിരുന്നു എന്ന് കേട്ടല്ലോ. നേരത്തെ നമ്മൾ കണ്ടു എലീശബത്ത് നീതീകരണം പ്രാപിച്ചു. ആമേൻ. അത് മാത്രമല്ല സക്രിയ പുരോഹിതനും ദൈവസന്നിധിയില് നീതീകരണം പ്രാപിച്ചവനായിരുന്നു. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുമ്പോൾ സ്വർഗരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. ഇതാണ് അതിന്റെ മറുപടി. ആമേൻ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വഴിയില് ഇരുവരും ദൈവസന്നിധിയില്, അതെ, സക്രിയ പുരോഹിതനും എലീശബത്തും ദൈവസന്നിധിയില് നീതീകരണം പ്രാപിച്ചവരായിരുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടാട്ടെ. അങ്ങനെ നീതീകരണം പ്രാപിച്ചവരാണെങ്കിൽ എപ്പോഴും കർത്താവിനോട് പറ്റിച്ചേർന്ന് വിശുദ്ധ ജീവിതം ജീവിച്ച് കർത്താവിനോട് ചേർന്ന് പോകുന്ന വ്യക്തികളായിരുന്നു നീതീകരണം പ്രാപിച്ച സക്രിയാവും അത് എലീശബത്തും ആ കാലഘട്ടങ്ങളിൽ. അങ്ങനെയാണെങ്കിൽ ഇവർക്കുണ്ടായ ഒരു കുഞ്ഞ്, ഓ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരു കുഞ്ഞ് ഈ വാർദ്ധക്യത്തിൽ അവർക്ക് ഉണ്ടായപ്പോൾ അവരുടെ സന്തോഷം എന്താണെന്നറിയോ? ആ കുഞ്ഞില് ദൈവത്തിന്റെ വൈതല് അവർ വളർത്തുക. പ്രൈസലോ. മനസ്സിലാക്കണം, വളർത്തുന്നവരാരാ? നീതീകരണം പ്രാപിച്ചവരാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പനും അമ്മയും ഭവനങ്ങൾ ആയിരിക്കട്ടെ നീതീകരണം പ്രാപിച്ചവരായിരിക്കണം. ഒന്നാമതായിട്ട് ഭവനത്തിന്റെ കീഴില് മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബ് ചാനലിൽ കൂടെ ഭവനത്തിലിരുന്ന് സാഹചര്യങ്ങളിൽ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പനും അമ്മയും നീതീകരണം പ്രാപിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വഴിയിലെ ഇന്ന് പകൽക്കാലം ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1:80 വാക്യം വായിച്ചാട്ടെ. 1:80. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. കണ്ടോ? പൈതൽ വളർന്നു. പൈതൽ എന്ത് ചെയ്തു? യോഹന്നാൻ സ്നാപകൻ വളർന്നു. ആത്മാവിൽ ബലപ്പെട്ടു. ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രായേലിനെ തന്നെത്താൻ കാണിക്കും നാൾ വരെ, അവനെ ഇസ്രായേലിനെ കാണിക്കും നാൾ വരെ മരുഭൂമിയിലായിരുന്നു. മരുഭൂമിയിലായിരുന്നു യോഹന്നാൻ സ്നാപകൻ. കണ്ടോ? അപ്പൊ യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിലായിരുന്നു. അവൻ എന്താ ഭക്ഷിച്ചിരുന്നത്? അവന് ഭക്ഷിച്ചിരുന്നത് വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. എന്നാൽ ഒരു പുരോഹിതന്റെ ഭക്ഷണം എന്താന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വലിയ അപ്പവും ഇറച്ചിയാണ് പഴയ നിയമത്തിലെ പുരോഹിതന്റെ ഭക്ഷണം. അങ്ങനെയാണെങ്കിൽ വലിയൊരു മാറ്റം വന്നു. എന്താ മാറ്റം? യോഹന്നാൻ ദൈവത്തിന്റെ സ്തോത്രം വെട്ടുകിളിയും കാട്ടുതേനും ഭക്ഷിച്ചിരുന്നെങ്കിൽ അവൻ വിളിച്ചു പറഞ്ഞത്, സർപ്പസന്തതികള് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പേൻ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽക്കാലം പറയട്ടെ, അങ്ങനെ ഈ യോഹന്നാൻ സ്നാപകന് അത് സക്രിയാവും അത് എലീശബത്തും കൂടെ മാതൃകാപരമായിട്ടുള്ള ഒരു ആത്മീയ ജീവിതം കൊടുക്കുവാനായിട്ടിടയായി. ഹല്ലേലൂയ. ഭവനത്തിലെ മാതാപിതാക്കൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ മാത്രമേ ആത്മീയ ജീവിതം അവർക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ.
മാതൃകാപരമായിട്ടുള്ള കുടുംബജീവിതം അവർക്ക് കൊടുത്തു. മൂന്നാമതായിട്ട് ദൈവത്തിന്റെ സ്തോത്രം, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറുവാനായിട്ടുള്ള മൂന്നാമത്തെ കാരണം, അവൻ മാതൃകാപരമായിട്ടുള്ള ഒരു കുടുംബജീവിതം അത് അപ്പൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് അവന് ലഭിക്കാനായിട്ടിടയായി. ആമേൻ. ഈ കാലഘട്ടം എടുത്ത് നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോഴാണ്, ഞാൻ നീതീകരണം പ്രാപിച്ചപ്പോഴാണ് എൻ്റെ ഭവനത്തിനൊരു മാറ്റം വന്നത്, എൻ്റെ മക്കൾക്കൊരു മാറ്റം വന്നത്, എൻ്റെ ഭാര്യയ്ക്കൊരു മാറ്റം വന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഭവനത്തിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അപ്പനും അമ്മയും നീതീകരണം പ്രാപിക്കണം. ഹല്ലേലൂയ. കണ്ടോ, മാതൃകാപരമായിട്ടുള്ളൊരു ആത്മീയ ജീവിതം എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുത്തു. അതുകൊണ്ട് വിളിക്കാൻ പുറത്തുണ്ട്. ആമേൻ. ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ എടുത്തു നോക്ക്. ദൈവത്തിൻ്റെ വചനം എത്രയോ മാതാപിതാക്കൾക്ക് ദൈവത്തിന്റെ സ്തോത്രം മക്കളെ കുറിച്ച് ആവലാതികളുണ്ട്. ഏതെല്ലാം വിധത്തില് കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, മക്കളെ വളർത്തിക്കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം 8ൽ പഠിക്കുന്ന അതേ ഒരു മകൻ ദൈവത്തിന് സ്തോത്രം ഒരു ചെറിയ കുഞ്ഞിനെ ഗർഭിണിയാക്കിയിട്ട് ആ ഗർഭം അലസിപ്പിച്ചു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിൽ വന്നതാ. ആ മാതാവിന്റെയും പിതാവിന്റെയും വിഷമം എന്താകും? എന്താ കാര്യം? ദൈവസാന്നിധ്യം ഇല്ലാതെ ജീവിച്ചത് കൊണ്ടാ. ഇന്ന് പകൽക്കാലം ഈ വചനം ശ്രവിക്കുന്ന ഏവരുമായുള്ള ഒരു ദൈവസാന്നിധ്യം ഉണ്ടാകണം. അപ്പനും അമ്മയ്ക്കും ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ മക്കൾ ദൈവത്തിന് സ്തോത്രം ദൈവസന്നിധിയിലായിത്തീരും. ആമേൻ. യഹോവയെ ഭയപ്പെട്ട് 128 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം പ്രകാരം പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നിൽക്കുന്ന ഏവനും ഭാഗ്യവാൻ. അവന്റെ ഭാര്യ മുന്തിരിവള്ളി പോലെയും മക്കൾ ഒലിവുതൈകളെ പോലെയും എന്നും ഇരിക്കും. അതിനർത്ഥം എന്താണെന്നറിയോ? നിന്റെ മക്കൾ ഒലിവുതൈകളെ പോലെ ഇരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മക്കള് ഒരു നാളും നശിച്ചു പോകത്തില്ല. അതാ ഒലിവ് വൃക്ഷത്തിന്റെ പ്രത്യേകത. യെരുശലേമില് 2000 വർഷം 3000 വർഷം പഴക്കമുള്ള ഒലിവ് മരമുണ്ട്. അത് ഇപ്പോഴും നശിച്ചു പോയിട്ടില്ല. എത്ര വെയിലുണ്ടായാലും മഴമുണ്ടായാലും അത് നശിച്ചു പോകത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം, നിന്റെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന നിന്റെ മക്കള് ഒരു നാളും ആത്മാവായി വളർത്തിക്കൊണ്ടുവന്ന നഷ്ടപ്പെടത്തില്ല. അത് ദൈവം പ്രോമിസ് ചെയ്യുക. മക്കളെ ആത്മീയമായിട്ട് വളർത്തിക്കൊണ്ടുവരണം. അതാ ഞാൻ പറഞ്ഞു വന്നത്. യോഹന്നാൻ സ്നാപകൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറാനായിട്ടുള്ള മൂന്നാമത്തെ കാരണം, ദൈവത്തിന്റെ വഴിയിൽ മാതൃകാപരമായിട്ടുള്ള ജീവിതം മാതാപിതാക്കളിൽ നിന്ന് യോഹന്നാൻ സ്നാപകന് ലഭിക്കാനായിട്ടിടയായി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം യൂട്യൂബ് ചാനലിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഹോളിനകത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, പ്രൈസ് ദി ലോർഡ്, അപ്പനും അമ്മയും നീതീകരണം പ്രാപിച്ച് ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ കൂടെ നീ മാത്രം പോവുകയാണെങ്കിൽ നിന്റെ മക്കള് വഴിവഴിച്ച ജീവിതത്തിലേക്ക് പോകത്തില്ല. ഇന്ന് നോക്ക് ദൈവമക്കളെ, ഇന്ന് ചെറുപ്പക്കാർത്തികളൊക്കെ റോട്ടിൽ കൂടെ കടന്നു പോകുമ്പോ അവർക്ക് കയ്യും കാലം ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ഒക്കെ ഇങ്ങനെയാ കട്ടിങ്ങേ ഏതെല്ലാം വിധത്തിൽ നഗ്നത പ്രദർശിപ്പിച്ചിട്ടാ പോകുന്നത്. എന്താ കാര്യം എന്നറിയോ? സുബോധം നഷ്ടപ്പെട്ടതുകൊണ്ടാ. സുബോധം നഷ്ടപ്പെട്ടപ്പോ നമുക്കറിയാം ദൈവത്തിന്റെ വൈദ്യുതി അവിടെ സംഭവിച്ചത്. 6000 ഭൂതം കയറിയ ലഗിയോൻ സുബോധം നഷ്ടപ്പെട്ട് നഗ്നനായിട്ട് വന്നു. എന്താ കാര്യം എന്നറിയോ? അവന് സുബോധമില്ലാത്തതുകൊണ്ടാ. സുബോധമുള്ളവര് നല്ല ഡ്രസ്സിങ് ചെയ്തു പോകും. പ്രൈസ് ദി ലോർഡ്. നല്ല ഡ്രസ്സാവും അവർ ഇടുക. സുബോധം നഷ്ടപ്പെട്ടവർക്കാണ് ഈ നഗ്നത പ്രദർശിപ്പിച്ച് കൊണ്ടുപോകുക. കഴിഞ്ഞ നാളുകളിൽ കേരളത്തില് നഗ്നതയെക്കുറിച്ച് ഒരു പ്രശ്നങ്ങളൊക്കെ നടന്ന കാലഘട്ടം അല്ലേ? ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പേര് ഏതെല്ലാം വിധത്തിൽ നല്ല രീതിയിൽ പോകാം. പിടിച്ചുവലി ഉണ്ടാകത്തില്ല. നിന്റെ നേരെ ആരും വരത്തില്ല. നല്ല രീതിയിൽ നഗ്നത മറിച്ച് പോ. ഹല്ലേലൂയ. ഇന്ന് ഒന്നാ പറഞ്ഞ രണ്ടാമത്തേന് ദൈവത്തിന്റെ സ്തോത്രം കത്തിയേ. ചെറുപ്പക്കാരൻ മുഴുവൻ ദൈവത്തിന്റെ സ്തോത്രം പാൻപരാഗും കള്ളും കുടിച്ച് ദൈവത്തിന് സ്തോത്രം വേണ്ടപ്പെട്ട ദൈവത്തിന് സ്തോത്രം ലഹരി പദാർത്ഥങ്ങൾ കഴിച്ചിട്ട് ഇന്ന് റോട്ടിലും നാട്ടിലും ഒക്കെ അടിയും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം? മാതാപിതാക്കൾ ദൈവസ്ഥാനത്ത് ഇല്ലാത്തതുകൊണ്ടാ. ദൈവസ്ഥാനത്തേക്ക് നീ മടങ്ങുക. ജീവനുള്ള ദൈവത്തെ നീ അറിയേ, എന്നിട്ട് കടന്നു പോ. ഓ സ്തോത്രം. എത്ര പറഞ്ഞാലും തീരാത്ത വിഷയ. ദൈവത്തിന്റെ വഴിയില് എത്രയോ മാതാപിതാക്കള് മക്കളുടെ ദൈവത്തിന്റെ വഴിയില് ഈ കാട്ടിക്കൂട്ടിൽ കണ്ട് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക, ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക. മതി ജീവിച്ചത്, മതി മതി മതി. എത്രയോ മാതാപിതാക്കൾ പറയാ. ഞാൻ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് അനവധി ഭവനങ്ങളിലേക്ക് കടന്നു പോകുമ്പോ മാതാപിതാക്കളുടെ കൂട്ടക്കരത്തിൽ എനിക്ക് കേട്ടിട്ടുണ്ട്, എന്റെ മകനെ കൊണ്ട് വയ്യോ, എന്റെ മകളെ കൊണ്ട് വയ്യോ, അവിടെ നടപ്പ് ശരിയല്ല. സ്വത്രം. ഞാൻ പറയട്ടെ, മാതാപിതാക്കൾ നീതീകരണം പ്രാപിച്ചതായതുകൊണ്ട് യോഹന്നാൻ സ്നാപകന്റെ വളർച്ച ആത്മീയ വളർച്ചയായിരുന്നു. ഇപ്പൊക്കെ വളർച്ച എന്താണെന്നറിയോ? കരാട്ടയാ. ഞങ്ങളുടെ പഴനിയിൽ കരാട്ട ക്ലാസ് 2 കുട്ടികളൊക്കെ വെള്ള വസ്ത്രം വെള്ള ഇതൊക്കെ ഇട്ടിട്ട് കരാട്ടയ്ക്ക് പോവുക. ബ്ലാക്ക് ബെൽറ്റ്, വൈറ്റ് ബെൽറ്റ്, ബ്രൗൺ ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കുക. മക്കൾക്ക് കൊടുക്കുന്നത് മാതാപിതാക്കൾ ഇതാ. എന്തിനാണെന്നറിയോ?
മറ്റവന്റെ നഞ്ഞത്തേക്ക് കയറാനാ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ചില മക്കൾ ദൈവത്തിന്റെ വഴിവഴിച്ച ജീവിതമായിട്ട് കരാട്ടിയും പഠിച്ച് ജിമ്മെടുത്ത് മറ്റുള്ളവരുടെ നേരെ പോവുക, മാതാപിതാക്കളെ നേരെ പോവുക. ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളോട് പറയട്ടെ, നീ ദൈവസ്ഥാനത്ത് അനുഭവിച്ച് മക്കളെ ആത്മീയമായി വളർത്തിക്കൊണ്ടുപോ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഓരോരോ കണ്ണുനീര് കൊടുക്ക്, അവർ രക്ഷപ്പെടൂ. അനുഭവത്തിൽ നിന്നാ വിളിച്ച് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ദിവസം തൃശ്ശൂര് ഒരു പ്രോഗ്രാമിന് കടന്നു പോയപ്പോ ഞാനും എന്റെ ഭാര്യയും 2 മക്കളും ഭാര്യമാരും കുഞ്ഞുമക്കളും ഉണ്ടായിരുന്നു. എന്റെ വചനം കേൾക്കുന്ന ഒരു വ്യക്തിയാ. ആ വ്യക്തി കടന്നു വന്നിട്ട്, ബ്രദറെ, ഞാൻ വളരെ സന്തോഷവാനാ. എന്താന്ന് ചോദിച്ചു. ഞങ്ങൾ ഒരുമിച്ച് വന്നത് കണ്ടപ്പോ, കുടുംബമായിട്ട് വന്നത് കണ്ടപ്പോ ഒരു സന്തോഷം തോന്നിയതാണത്രേ. ഞാൻ പറയുന്നത്, ആ വ്യക്തിക്ക് ഒരുപക്ഷെ ഈ സന്തോഷം ഉണ്ടായെന്ന് വരില്ല, അതുകൊണ്ടായിരിക്കും എന്റെ സന്തോഷം പറഞ്ഞത് അല്ലേ. അതിന്റെ രഹസ്യം എന്താന്ന് ചോദിച്ചാൽ, മക്കൾക്ക് മാതൃകാപരമായിട്ടുള്ള ആത്മീയ ജീവിതം കൊടുത്തുകൊണ്ട് ഒരുമിച്ച് പോകാൻ കഴിഞ്ഞ് ഇന്ന് പകൽക്കാലം ഞാൻ പോകുന്നുണ്ട് 3:30 മണിക്ക് തൃശ്ശൂരിലേക്ക് കുടുംബമായിട്ട്. മക്കൾ വേറെയല്ല, ഭാര്യ വേറെയല്ല. ദൈവത്തിന്റെ വഴിയില് ഇന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ പോലും ദൈവത്തിന്റെ സ്തോത്രം മക്കൾക്ക് സമയമില്ല. എന്താ കാര്യം? മാതാപിതാക്കൾ പഠിപ്പിച്ചെങ്കിലല്ലേ. ഒരുമിച്ചിരുന്ന് സ്തോത്രം ചെയ്യുക, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്ക്. എന്റെ ഭവനത്തിലെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 പേരക്കുട്ടികളുണ്ട്. ഒരു ആണും ഒരു പെണ്ണും, 4 വയസ്സും 2.5 വയസ്സും. ഓടി വന്നിട്ട് അപ്പന്റെ തൊടമേലിരിക്കും. ഞാൻ മുട്ടുമേലിരുന്ന പ്രാർത്ഥിക്കാറ് കുടുംബ പ്രാർത്ഥനയിൽ. എന്നിട്ട് അവർ പ്രാർത്ഥിക്കാനായിട്ട് അപ്പന്റെ മുഖത്തേക്ക് നോക്കും. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തിട്ട് ദൈവത്തിന്റെ വഴിയില് വേദപുസ്തകം ഒരു അധ്യായത്തിന് 2-3 വാക്യങ്ങൾ പറഞ്ഞ് അവര് പോകത്തുള്ളൂ. എത്ര കളിക്കുകയാണെങ്കിലും എൻ്റെ മക്കൾ കടന്നു വരാറുണ്ട്, പേരക്കുട്ടികൾ. കാരണം എന്താണെന്നറിയോ? മാതൃകാപരമായിട്ടുള്ള കുടുംബജീവിതം മക്കൾക്ക് കൊടുക്ക്, പ്രാർത്ഥനാ ജീവിതം കൊടുക്ക്, അവർക്ക് വേദപുസ്തകം പഠിപ്പിച്ചു കൊടുക്ക്, അവന് ആത്മീയമായിട്ട് വളർത്തിക്കൊണ്ടുവരെ. ഞാൻ ഇനി കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. 3ാമത്തെ ചിന്ത നമ്മൾ ചിന്തിച്ചല്ലോ. അപ്പനും അമ്മയും നീതീകരണം പ്രാപിച്ചവരായിരുന്നു. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകന് മാതൃകാപരമായിട്ടുള്ള ജീവിതം കൊടുത്തു പൈതൽ വളർന്നത് കരാട്ട പഠിച്ചല്ല, പൈതൽ വളർന്ന് ജിം എടുത്തിട്ടല്ല, ബോൺവിറ്റ കൊടുത്തിട്ടല്ല. മക്കൾ വളർന്നത് ആത്മീയമായിട്ടുള്ള വളർച്ചയാ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ വിളിക്കാൻ പുറത്ത് മക്കൾ ഉണ്ടാകും. ആമേൻ. മക്കൾ തെറ്റിപ്പോകത്തില്ല, വഴിവഴിച്ച ജീവിതമായിട്ട് പോകത്തില്ല. 4ാമതായിട്ട് ഒരു ചിന്തകൾ പറഞ്ഞ് ഞാനിവിടെ നിർത്താനായിട്ട് ആഗ്രഹിക്കുക. വായിച്ചാട്ടെ ബ്രദറെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അതെ, യോഹന്നാന്റെ സുവിശേഷം 1:6-7 വാക്യം വായിച്ചാട്ടെ. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അവന് യോഹന്നാൻ എന്ന് പേർ. അവന് യോഹന്നാൻ എന്നു പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. ആരാണ് വെളിച്ചം എന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് വെളിച്ചം. അവൻ വെളിച്ചമാകുന്നു. അവനെ കുറിച്ച് ദൈവത്തിന് സ്തോത്രം സാക്ഷ്യം പറവാനത്രേ യോഹന്നാൻ സ്നാപകൻ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു കർത്താവിന്റെ 1ാമത്തെ വരവിനെ കുറിച്ച് ഒന്നാമത് പ്രസംഗിച്ചത് യോഹന്നാൻ സ്നാപകനാ. ഹല്ലേലൂയ. അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറുവാനായിട്ടുള്ള 4ാമത്തെ കാരണം, എന്റെ പ്രിയവച്ച യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒന്നാമതായിട്ട് സാക്ഷിച്ചത്, വെളിച്ചത്തെ കുറിച്ച് സാക്ഷിച്ചത് യോഹന്നാൻ സ്നാപകനാ. ആമേൻ. ഹല്ലേലൂയ. ഈ വചനം യൂട്യൂബിൽ കൂടെ, VOC ചാനലിൽ കൂടെ, ഈ ഹോളിനകത്ത് ആരെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം പറയട്ടെ, 1ാമത്തെ വരവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചെങ്കിൽ 2ാമത്തെ വരവിനെ കുറിച്ച് പ്രസംഗിക്കുവാനായിട്ട് സ്വർഗ്ഗത്തിലെയും എനിക്ക് ഭാഗ്യം തന്നു. അതിനായി ഞാൻ സ്തോത്രം ചെയ്യാം. VOC ചാനലിൽ പ്രവർത്തിക്കുന്ന ഷാജു ബ്രദറിനായി ഞാൻ സ്തോത്രം ചെയ്യാം. എന്റെ കർത്താവിന്റെ 2ാമത്തെ വരവിന് വേണ്ടി ഓടി നടന്ന അനേകരോട് പറയുവാൻ ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്തോത്രം. യേശു കർത്താവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന പാസ്റ്റർമാര്, ബ്രദർമാര്, ആരെല്ലാമാര്, ദൈവത്തിന്റെ സ്തോത്രം, അവരെ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. ഞാന് കഴിഞ്ഞ ദിവസം ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഒരു പ്രായമായിട്ടുള്ള പെന്തിക്കോസ്ത് സഭയിൽ അപ്പനും അമ്മയും കണ്ടു. ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞു. ഞാൻ ലാസ്റ്റ് പറഞ്ഞ എന്താണെന്നറിയോ? ഇവിടം കൊണ്ട് നമ്മൾ വിട്ടാലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരുമിച്ച് കാണാമെന്ന് അവരോട് പറയാനായിട്ടിടയായി. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം മനസ്സിലായ ദൈവത്തിന്റെ വരവില് യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ച് നീ പ്രസംഗിക്കണം. സകല ജാതികളുടെ ഇടയിൽ കടന്നുപോയി സുവിശേഷം പറ. ഹല്ലേലൂയ. അതിനെ സ്വർഗ്ഗം നില വിളിച്ചത്. ഞാൻ ചാവക്കാട് കടപ്പുറത്ത് ഈ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട് മുക്കോന്മാരുടെ ഇടയില്.
വിയ്യൂർ ജയിലിനകത്ത് പലവട്ടം ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട് കള്ളന്മാരോട്. ഞാൻ പിടിക്കപ്പെട്ട കള്ളനാണെങ്കിൽ നിങ്ങളെല്ലാവരും പിടിക്കപ്പെടാത്ത കള്ളനാണെന്ന് വ്യക്തമായി ഞാൻ പുറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. പരസ്യമായി യേശുവിനെ വീട്ടിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, ട്രാക്ട് കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന്റെ വഴിയില് യേശു വരാറായി, അവന്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തു എന്ന് നീ പറയേ. അതിനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ. സ്തോത്രം, സ്തോത്രം. ഒരു പുത്തൻ തീരുമാനം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ എടുക്ക്. അതിനായി തൊണ്ട കയറി സംസാരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ തലവക്കി നോക്ക്. എന്റെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തായി. യഹൂദന്മാർ ശക്തി പ്രാപിച്ചു. അവർ ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. യോസേഫോത്ത് താഴ്വരയില് എല്ലാവരും വന്നുകൂടും, ജാതികളെല്ലാം വന്നുകൂടും, യുദ്ധത്തിനായി ഒരുങ്ങും. ഒരു ദിവസമുണ്ട്. അന്ന് ദൈവത്തിന്റെ വഴിയില് എന്റെ യേശു കർത്താവ് ഒലിവുമലയിൽ നിന്നാ പോയെങ്കിൽ അവന്റെ കാൽ ഒലിവുമലയിൽ നിൽക്കും. പ്രൈസലോ, അവൻ വെള്ളക്കുതിരപ്പുറത്ത് ന്യായം വിധിപ്പാനായിട്ട് കടന്നു വരും. അന്ന് കുത്തിയെങ്കിലേക്ക് യഹൂദന്മാർ നോക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് അവർ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും കുത്തിയെങ്കിലേക്ക് ഒരുപാട് പേർ നോക്കും. ആമേൻ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം ഇടുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, കണ്ടവരോട് മുഴുവൻ സകല ജാതികളോട് സുവിശേഷം അറിയിക്ക്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തായി. ഈ രാജ്യത്തിന്റെ സുവിശേഷം എല്ലാ ഭാഗങ്ങളും എത്തിക്കഴിഞ്ഞാൽ അവസാനം എന്റെ യേശു വരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പാട്ടുകാരൻ ഇങ്ങനെ പാടി, എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. മേഘധ്വനി മുഴങ്ങും, ദൂതർ ആർത്തു പാടിയിടും, നാമും ചേർന്ന് പാടും ദൂതർ തുല്യരായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തായി. അതുകൊണ്ട് ദൈവത്തിന്റെ വഴിയിലെ കൊയ്ത്ത് വളരെയുണ്ട്. സത്യം, വേലക്കാരോ ചുരുക്കം. ആരെനിക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഈ VOC ചാനലിൽ കൂടെ ദൈവത്തിന് സ്തോത്രം, ഈ യൂട്യൂബ് ചാനലിൽ കൂടെ വചനം ശ്രവിക്കുന്ന ഏവരുമേ, ഞാനുണ്ട്. നിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയാനെന്ന് നീ പറ. നിന്റെ ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ നിന്നോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നല്ല പ്രാസംഗികർ പ്രസംഗിക്കുന്ന പോലെ എനിക്ക് പ്രസംഗിക്കാൻ കഴിയുന്നില്ലെന്ന് വരാം. അതിന്റെ ആവശ്യമില്ല. ഭവനമായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറ. യേശു വീണ്ടും വരും. യേശുവിൽ നീ വിശ്വസിക്കണം. പറ, ഇതാ സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറ. ദൈവത്തിന്റെ ബൈബിള് ഞാൻ പറയട്ടെ, ഒരു ബോസ്റ്റലെ പോലെ ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാറുണ്ട്. ബോസ്റ്റൽ എന്ന് പറഞ്ഞാൽ പ്രാന്തൻ എന്നാ തമിഴിൽ എഴുതിയിരിക്കുന്നെന്നാ പറഞ്ഞത്. ദൈവത്തിന്റെ ഒരു വട്ടാണെന്ന് പലരും പറഞ്ഞു കാണാം. എനിക്ക് വട്ടാണെന്ന് പലരും പറഞ്ഞു കാണാം. ഞാൻ പറയട്ടെ, എൻ്റെ കൂടെ പഠിച്ച ഒരു വ്യക്തി, ഞാൻ ആളെ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങാടിയിൽ കൂടെ കടന്നു പോകുമ്പോൾ, ബൈക്കും കൂടെ കടന്നു പോകുമ്പോൾ ഈ വ്യക്തി എന്നെ കണ്ടാൽ ഹല്ലേലൂയ എന്ന് പറയും. ഞാനും പ്രൈസ് ദി ലോർഡ് എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. രണ്ടും രണ്ട് നിലയ്ക്കാണ് പോകുന്നത്. അടുത്തുള്ള കടക്കാരും വേണ്ടപ്പെട്ടവരെല്ലാം നോക്കും നിന്നയോടെ എന്നെ കാണാറുണ്ട്, പലരും കാണാറുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവൻ്റെ ആ ഒരു കുഞ്ഞിന് വേണ്ടി എന്നോട് പ്രാർത്ഥിപ്പാനായിട്ട് മദ്രാസിൽ ICUവിലാണ്, പ്രാർത്ഥിക്കണം ബ്രദറെ എന്ന് പറഞ്ഞു ചുറ്റുഭാഗത്തൊരു വ്യക്തിനെ വിളിപ്പാനായിട്ടിടയായി. എന്നെ പരീക്ഷ ചോദിച്ചാണോ സത്യത്തിൽ എങ്ങനെയാണ് ചോദിച്ചത് എനിക്കറിയത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ പഠിച്ചവനല്ലേ. ഞാൻ പറയട്ടെ, ആ കുഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഞാൻ പറയട്ടെ, ആകെ ഒരു കുഞ്ഞേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, എനിക്കതിൽ ഭാരമുണ്ടായി, വിഷമമുണ്ടായി. എന്നാൽ ഞാൻ വീണ്ടും അതുപോലെ വാഹനത്തിന് മുകളിൽ പോകുമ്പോൾ ഒരു ഹല്ലേലൂയയുമില്ല, ഒരു സ്തോത്രമില്ല. പറയട്ടെ, ദൈവത്തിൻ്റെ മുകളിൽ ചിരിച്ച മുഖവുമായിട്ട് ആ വ്യക്തി എന്നോട് പലപ്പോഴും ചിരിക്കാറുണ്ട്. ഞാനിത് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്നറിയോ? യേശു കർത്താവിനെ കുറിച്ച് നീ ലജ്ജിക്കാത്ത സാക്ഷിയായി തീരെ. യേശു ക്രിസ്തുവിനെ കുറിച്ച് നീ പറ. സ്വർഗം കാണും, എല്ലാം കാണും. ദൈവത്തിന് സ്തോത്രം. ഇതൊരു നഷ്ടക്കച്ചവടമല്ലോ. കുന്നുകുളത്തുകാരും ഒരു നഷ്ടത്തിന് കച്ചവടം ചെയ്യാറില്ല. അതുകൊണ്ട് ഏൽപ്പിച്ച ദൗത്യം ശക്തിയോടുകൂടെ വിളിച്ചു പറ. യേശു വീണ്ടും വരാറായി. അവന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് ഭാഗ്യം സ്വർഗം തന്നെങ്കിൽ അവനെ കുറിച്ച് പറ. ഈ രക്ഷയെക്കുറിച്ച് പറ. എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം ഇടട്ടെ. 4 ചിന്തകള് ഇന്ന് പകൽക്കാലം ചിന്തിച്ചല്ലോ. എന്തുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറിയത് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് അവന്റെ അമ്മയുടെ ഉദരത്തിലിരിക്കുമ്പോൾ തന്നെ
അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാനായിട്ടിടയായി. അപ്പൊ പരിശുദ്ധാത്മാവ് നിറവിൽ വന്നു കഴിഞ്ഞാൽ നീ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറും. നിന്നെ കർത്താവ് എടുത്ത് ഉപയോഗിക്കും. ഭൂമിയുടെ അറ്റത്തോളം പോയി കർത്താവിന് സാക്ഷിയായി തീരും. ഞാൻ സാക്ഷിയായിട്ടാണ് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് യോഹന്നാൻ സ്നാപകന്റെ ജനനം അത്ഭുത ജനനമായിരുന്നു. അതുപോലെ ഒരു വീണ്ടും ജനനം, അത്ഭുത ജനനം നീ പ്രാപിച്ച് ലോകത്തിന് കീഴ്പ്പെട്ട് ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. 3, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറിയതിന്റെ മൂന്നാമത്തെ കാരണം അവന്റെ മാതാപിതാക്കൾ സക്രിയ പുരോഹിതനും അതുപോലെ എലീശബത്തും ദൈവസന്നിധിയിൽ നീതീകരണം പ്രാപിച്ചവരായിരുന്നു. അതുകൊണ്ട് ആത്മീയമായി മക്കളെ ദൈവത്തിന്റെ ബദല് പോറ്റി വളർത്തുവാനായിട്ടിടയായി. ദൈവത്തിന് സ്വത്രം പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രായേലിന് തന്നെ കാണിക്കുമ്പോൾ വളരെ മരുഭൂമിയിലായിരുന്നു. ദൈവത്തിന് സ്വത്രം. മക്കൾക്ക് ആത്മീയ വളർച്ച കൊടുക്കണം. ദൈവത്തിന് സ്വത്രം. അതെ, നമ്മുടെ മക്കൾക്ക് മാതൃകാപരമായിട്ടുള്ള ജീവിതം കൊടുക്കണം. മക്കൾക്ക് മാതൃകാപരമായിട്ടുള്ള ജീവിതം കൊടുക്കണം. 3, 4 ഒന്നാമത്തെ വരവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞെങ്കിൽ, വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞെങ്കിൽ, രണ്ടാമത്തെ വരവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഈ വചനം കേൾക്കുന്ന ആരെല്ലാം സുവിശേഷം പറയുന്നുണ്ടോ അവർക്കെല്ലാം സ്വർഗദൈവം ഭാഗ്യം തന്നു. അതിനാണ് ഞാൻ സ്തോത്രം ചെയ്യട്ടെ. എൻ്റെ വാക്കുകൾക്കൂടെ വിരാമമിടട്ട്. ഈ ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനേകാത്മാക്കൾ രക്ഷിക്കപ്പെടട്ടെ. അനേകാത്മാക്കൾ ഭൗതികമായി എല്ലാ നന്മ കൊണ്ട് നിറയ്ക്കട്ടെ. അനേകർ അഭിഷേകം പ്രാപിക്കട്ടെ. അനേകരുടെ മക്കൾ ആത്മീയമായി വളർന്നു വരട്ടെ. ഹല്ലേലൂയ. യേശു കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയട്ടെ. ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകുക. വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കണമേ കർത്താവേ. കരുണാസമ്പന്നായ കർത്താവേ, നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഇന്ന് വചനം കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളെ തന്നെ ചതിക്കാതെ ഈ വചനം കർത്താവേ ആദ്യം മുതൽ അവസാനം വരെയും കേട്ട് നന്ദിയോടെ സ്തോത്രം. നിന്റെ സന്തോഷം പങ്കിടുവാൻ നിങ്ങളെ നീ സഹായിക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവനെ പ്രാപിപ്പാൻ തക്കവണ്ണം സ്വർഗം സഹായിച്ചാട്ടെ. ഈ VOC ചാനൽ അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. ഇതിന്റെ പിമ്പിലും മുമ്പിലും പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിച്ചാട്ടെ. ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും മേലും പ്രവർത്തിക്കണം കർത്താവേ. നിന്റെ ദാസന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ മാനിച്ച് അത്ഭുതം നീ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ശുശ്രൂഷകളെയും മാനിച്ചുകൊണ്ട് സ്തോത്രം. അപ്പന്റെ നാമം മാത്രം മഹത്വപ്പെടണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും അപ്പ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആത്മീയമായ എല്ലാ അനുഗ്രഹങ്ങളാലും നിറച്ചാട്ടെ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.